ഹാര ഹച്ചിബു എന്നത് ജപ്പാനിലെ സർവ്വസാധാരണമായൊരു ചൊല്ലാണ്. അവരത് ഭക്ഷണത്തിന് മുൻപും പിൻപും ആവർത്തിക്കുന്നു. ഉദരത്തിൽ 80% മാത്രം നിറയ്ക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. വയർ നിറയുന്നതിനോടൊപ്പം ഭക്ഷണം കഴിക്കുന്നതിനെ പുരാതന വിജ്ഞാനം വിലക്കുന്നു. തങ്ങളുടെ വയർ 80% നിറഞ്ഞു എന്ന് അവർക്ക് തോന്നുമ്പോൾ ഒക്കിനാവക്കാർ ഭക്ഷണം മതിയാക്കുന്നത് അതുകൊണ്ടാണ്. അവർ അമിതമായി ഭക്ഷണം കഴിക്കുകയോ കോശങ്ങളുടെ ഓക്സിഡേഷനെ ത്വരിതപ്പെടുത്തുന്ന ദൈർഘ്യമേറിയ ദഹന പ്രക്രിയകളാൽ തങ്ങളുടെ ശരീരത്തെ ക്ലേശിപ്പിക്കുകയോ ചെയ്യുന്നില്ല. തീർച്ചയായും നിങ്ങളുടെ ഉദരത്തിൽ 80% നിറച്ചുവെന്ന് നിങ്ങൾക്ക് വസ്തുനിഷ്ഠമായി പറയാൻ കഴിയുന്നതല്ല. വയർ നിറയുന്നു എന്ന് തോന്നി തുടങ്ങുമ്പോൾ തന്നെ ഭക്ഷണം മതിയാക്കുക എന്നതാണ് ഈ ചൊല്ലിൽ നിന്നും പഠിക്കാനുള്ള പാഠം. അധികമായ ഒരു കറി നമുക്ക് ആവശ്യമില്ലെന്നും നമ്മുടെ ഉള്ളിൽ തോന്നുന്ന പലഹാരം, ഉച്ചഭക്ഷണത്തിന് ശേഷമുള്ള ആപ്പിൾ പൈ ഇവയെല്ലാം നമുക്ക് ഹ്രസ്വകാലയളവിൽ സന്തോഷം തരുന്നു. എന്നാൽ അവ ഉള്ളിലാക്കിയല്ല എങ്കിൽ അത് നമ്മെ ദീർഘമായ കാലയളവിൽ കൂടുതൽ സന്തോഷമുള്ളവരാക്കുന്നു. ഭക്ഷണം വിളമ്പുന്ന രീതിയും പ്രധാനമാണ്. അനേകം ചെറിയ പാത്രങ്ങളിൽ ഭക്ഷണം എടുത്ത് ജപ്പാൻകാർ കുറഞ്ഞ അളവിൽ ഭക്ഷണം കഴിക്കുന്നു. ജപ്പാനിലെ റെസ്റ്റോറൻറ്റുകളിൽ സാധാരണയായി കിട്ടുന്ന ഭക്ഷണം ഒരു താലത്തിൽ 5 പാത്രങ്ങളിലാണ് വിളമ്പുന്നത്. അതിൽ 4 വളരെ ചെറുതും പ്രധാന ഭക്ഷണം അല്പം കൂടി വലുതുമായ പാത്രത്തിൽ വിളമ്പുന്നു. നിങ്ങളുടെ മുമ്പിലെ 5 പ്ലേറ്റുകൾ തോന്നിപ്പിക്കുന്നത് നിങ്ങൾ ധാരാളം ഭക്ഷണം കഴിക്കാൻ പോകുന്നു എന്നാണ്. എന്നാൽ പലപ്പോഴും സംഭവിക്കുന്നത് ഭക്ഷണത്തിന് ശേഷം നിങ്ങൾക്ക് അല്പം വിശപ്പ് തോന്നുന്നു എന്നാണ്. ജപ്പാനിലെ പാശ്ചാത്യർക്ക് വളരെ സാധാരണയായി തൂക്കം കുറയുന്നതും അവർ മെലിഞ്ഞവരായി നിലനിൽക്കുന്നതും ഇക്കാരണം കൊണ്ടുകൂടിയാണ്. ഒക്കിനാവക്കാർ ദിവസേന ശരാശരി 1800 മുതൽ 1900 വരെ കലോറി അകത്താക്കുന്നു എന്ന് പോഷകാഹാര വിദഗ്ധർ സമീപകാലത്ത് നടത്തിയ പഠനങ്ങൾ വെളിവാക്കുന്നു. അമേരിക്കൻ ഐക്യനാടുകളിൽ ഇത് 2200